ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ 2ാമത്തെ യൂണിറ്റായ വിങ്സ് ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ ചിറകുകൾ എന്ന യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. ആദ്യം ഒരു പോയമാണ്. ആദ്യത്തേത് ഒരു പോയമാണ്, എമിലി ഡിക്കിൻസൻ്റെ ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന പോയം. ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ്. പ്രതീക്ഷയെ ഒരു തൂവലുകളുള്ള ഒരു വസ്തുവായിട്ടാണ് ഇതിൽ പറയുന്നത്. എമിലി ഡിക്കിൻസൻ്റെ പോയത്തിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് നോക്കാം. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ദാറ്റ് പെർച്ചസ് ഇൻ ദ സോൾ ആൻഡ് സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് ദ വേർഡ്സ് ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. ഹോപ്പ്, പ്രതീക്ഷ എന്ന് പറയുന്നത് തൂവലുകളുള്ള ഒരു വസ്തുവാണ്. തൂവലുകളുള്ള ഒരു വസ്തുവിനെ നമ്മൾ സാധാരണയായിട്ട് എന്തെന്നാണ് പറയുന്നത്? ഒരു ബേർഡ്. അതായത് ഇവിടെ ഹോപ്പിനെ ഒരു ബേർഡുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതായത് പ്രതീക്ഷയെ ഒരു പക്ഷിയായിട്ട് കാണുന്നു. ദാറ്റ് പെർച്ചസ് ഇൻ ദ സോൾ. പെർച്ചസ് മീൻസ് റെസ്റ്റ്. ആ പക്ഷി, സാധാരണയായിട്ട് പക്ഷികൾ എവിടെയാണ് റെസ്റ്റ് എടുക്കുന്നത്? മരക്കൊമ്പുകളിലാണ്. പക്ഷേ ഇവിടെ ഈ ബേർഡ് റെസ്റ്റ് ചെയ്യുന്നത്, പെർച്ചസ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ചെയ്യുക. ഈ ബേർഡ് അത് റെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹോപ്പ് എന്ന് പറയുന്നത്, പ്രതീക്ഷ എന്ന് പറയുന്നത് കാണപ്പെടുന്നത് മനുഷ്യൻ്റെ ആത്മാവിലാണ്. ആൻഡ് സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് വേർഡ്സ്. പക്ഷേ ഈ പക്ഷി, പ്രതീക്ഷ എന്ന് പറയുന്ന ഈ ഒരു പ്രതീക്ഷ അതിൻ്റെ ട്യൂൺ പാടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ വാക്കുകളില്ലാത്ത ഒരു ട്യൂണാണ് അവ പാടുന്നത്. ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. ഈ പോയം അല്ലെങ്കിൽ ഈ സോങ് ഒരിക്കലും നിൽക്കുന്നില്ല, കണ്ടിന്യൂസ് ആണ്. അതായത് ഈ 4 വരി ഇത്രയേ ഉള്ളൂ. ഈ ഹോപ്പ് എന്ന് പറയുന്ന, പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു പക്ഷി, പ്രതീക്ഷ മനുഷ്യൻ്റെ മനസ്സിലാണ്, ആത്മാവിലാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളോടൊപ്പമുണ്ട്. പ്രതീക്ഷ മനുഷ്യൻ്റെ ലൈഫ് ലോങ്, ജീവിതത്തിലുടനീളം ഉണ്ട്. അതാണ് ഈ 4 വരിയുടെ എക്സ്പ്ലനേഷൻ. ആൻഡ് സ്വീറ്റസ്റ്റ് ഇൻ ദ ഗെയിൽ ഈസ് ഹേർഡ്. ഗെയിൽ എന്ന് പറയുന്നത് എ വെരി സ്ട്രോങ് വിൻഡ്, ശക്തമായ കാറ്റിനാണ് ഗെയിൽ എന്ന് പറയുന്നത്. ആൻഡ് സോർ മസ്റ്റ് ബി ദ സ്റ്റോം ദാറ്റ് കുഡ് അബാഷ് ദ ലിറ്റിൽ ബേർഡ് ദാറ്റ് കെപ്റ്റ് സോ മെനി വാം. അടുത്ത 4 വരിയാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. ആൻഡ് സ്വീറ്റസ്റ്റ് ഇൻ ദ ഗെയിൽ ഈസ് ഹേർഡ്. അതായത് കൊടുങ്കാറ്റുള്ള സമയത്തും ഈ പക്ഷിയുടെ പാട്ട് മനോഹരമാണ് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഗെയിലെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രോങ് വിൻഡ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടേറിയ സമയം, അല്ലെങ്കിൽ അവൻ്റെ ലൈഫിലെ ഡിഫിക്കൽറ്റീസ്, ആ സമയത്തും ഈ ഹോപ്പ് എന്ത് തരുന്നുണ്ട്? സ്വീറ്റസ്റ്റ് ആണ്. ഈ പ്രതീക്ഷ നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് ആ ടൈമിലും ഈ പ്രതീക്ഷയുണ്ട്. ആൻഡ് സോർ മസ്റ്റ് ബി ദ സ്റ്റോം. ഈ കൊടുങ്കാറ്റ് അത്രമാത്രം വേദനയുള്ളതാണെങ്കിൽ, അതായത് നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്രമാത്രം വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ, ദാറ്റ് കുഡ് അബാഷ് ദ ലിറ്റിൽ ബേർഡ്. അബാഷ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്യുക. അതായത് അത്രമാത്രം വിഷമമാണുള്ളതെങ്കിൽ ആ വിഷമത്തിന് നമ്മളുടെ ഈ പ്രതീക്ഷയെ ബ്ലോക്ക് ചെയ്യാനായിട്ട് കഴിയും. ആ പെയിൻഫുള്ളായിട്ടുള്ള ആ ഒരു സ്റ്റോമിന് ഈ ലിറ്റിൽ ബേർഡിനെ തടഞ്ഞു നിർത്താൻ, ബ്ലോക്ക് ചെയ്യാൻ കഴിയും. അതായത് നമ്മളുടെ ലൈഫിലെ പ്രശ്നങ്ങൾക്ക് ഈ ഹോപ്പിന്, ഈ പ്രതീക്ഷയെ നിർത്താനായിട്ട് കഴിയും. ദാറ്റ് കെപ്റ്റ് സോ മെനി വാം. ഈ പക്ഷിയുടെ പാട്ട് ഒരുപാട് ആളുകൾക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. അതായത് ഈ പ്രതീക്ഷ, ഒരു മനുഷ്യന് ഹോപ്പ് ഉണ്ടെങ്കിൽ അത് അവൻ്റെ ലൈഫിൽ അവന് സംരക്ഷണം നൽകുന്നു, അവനെ കംഫോർട്ട് ചെയ്യുന്നു. അതാണ് ഈ വരിയുടെ എക്സ്പ്ലനേഷൻ. സ്റ്റാൻസയിലേക്ക് പോകാം. ഐ ഹാവ് ഹേർഡ് ഇറ്റ് ഇൻ ദ ചില്ലസ്റ്റ് ലാൻഡ് ആൻഡ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ. അടുത്തായിട്ട് പറയുന്നത് ഈ പക്ഷിയുടെ പാട്ട് തണുപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിൽ കേൾക്കാം. എന്ന് പറഞ്ഞാൽ തണുപ്പ് നിറഞ്ഞ പ്രദേശം എന്ന് പറയുന്നത് ദ ഡാർക്കസ്റ്റ് ടൈം ഇൻ ഹ്യൂമൻ ലൈഫ്. മനുഷ്യൻ്റെ ഇരുണ്ട് നിറഞ്ഞ അവസ്ഥ, അല്ലെങ്കിൽ അവൻ്റെ ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻസ്, ബുദ്ധിമുട്ടേറിയ സന്ദർഭങ്ങളിലും ഈ പക്ഷിയുടെ പാട്ട് കേൾക്കാം. ഇവിടെ ചില്ലസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ ദ ഹാർഡസ്റ്റ് ടൈം ഇൻ ഹ്യൂമൻസ് ലൈഫ്. ആൻഡ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ. ഇവിടെ സീ എന്ന് പറയുന്നത് ലൈഫാണ്. അതായത് മനുഷ്യൻ്റെ
മനുഷ്യൻ്റെ ഈ നിഗൂഢമായ ജീവിതം, ആ ജീവിതത്തിലും ഹോപ്പ് മനുഷ്യനോടൊപ്പം നിലനിൽക്കുന്നു. യെറ്റ് നെവർ ഇൻ എക്സ്ട്രീമിറ്റി ഇറ്റ് ആസ്ക്ഡ് എ ക്രംബ് ഓഫ് മീ. ക്രംബ് എന്ന് പറയുന്നത് എ സ്മാൾ എമൗണ്ട്, ഒരു ചെറിയ ഭാഗത്തിനാണ് ക്രംബ് എന്ന് പറയുന്നത്. അതായത് ദ പോയറ്റസ് ഹാസ് എക്സ്പീരിയൻസ്ഡ് ഹോപ്പ് ഇൻ ദ ഡാർക്കസ്റ്റ് ആൻഡ് ഹാർഡസ്റ്റ് സിറ്റുവേഷൻസ് ഓഫ് ഹെർ ലൈഫ്. അതായത് ഈ പോയറ്റസിൻ്റെ വിഷമം നിറഞ്ഞ ഓരോ അവസ്ഥകളിലും സന്ദർഭങ്ങളിലും എല്ലാം അവരോടൊപ്പം ഹോപ്പ് നിലനിന്നിട്ടുണ്ട്. യെറ്റ് നെവർ ഇൻ എക്സ്ട്രീമിറ്റി ഇൻ മോസ്റ്റ് വേഴ്സ്റ്റ് കണ്ടീഷൻ, അവരുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ പോലും ഇറ്റ് ആസ്ക്ഡ് എ ക്രംബ് ഓഫ് മീ, അവരുടെ ജീവിതത്തിലെ മോശമായ അവസ്ഥയിൽ പോലും അവരോട് തിരിച്ചൊന്നും തന്നെ ഈ ബേർഡ് അല്ലെങ്കിൽ ഈ പ്രതീക്ഷ അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല. അവരിൽ നിന്നൊരു ചെറിയ എമൗണ്ട് പോലും അവരിൽ നിന്ന് ഈ ഹോപ്പ് ആവശ്യപ്പെട്ടിട്ടില്ല. അവരുടെ എല്ലാ അവസ്ഥയിലും ഈ പ്രതീക്ഷ അവരോടൊപ്പം നിന്നു. അതാണ് ഈ പോയത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ.